സാന്ദ്ര തോമസിനെതിരായ വധഭീഷണിയിൽ റെനി ജോസഫിനെ സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഫെഫ്കയുടെ നടപടി ഉണ്ടായിരിക്കുന്നു. റെനി ജോസഫ് സ്വഭാവ വൈകല്യമുള്ള ആണെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. നേരത്തെ സാൻഡ്രയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. സൈഫു ന്യൂസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. സൈഫു, ഈ ശബ്ദ സന്ദേശമൊക്കെ കേട്ടതാണ്. ഈ റെനി എന്താണ് സാൻഡ്രയെ പറഞ്ഞത് എന്ന കാര്യവും വ്യക്തമായിരുന്നു. ഇപ്പോൾ ഫെഫ്കയുടെ നടപടി എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഇപ്പോൾ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ യൂണിയന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. സാന്ദ്ര തോമസിനെ വധഭീഷണി മുഴക്കിയ വിഷയത്തിൽ എക്സിക്യൂട്ടീവ് യൂണിയന്റെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു. റെനി ജോസഫിനെ യൂണിയന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ സസ്പെൻഷൻ. ഈ മാർച്ചിൽ 20-ാം തീയതിയാണ് ഈ പെരുമാറ്റച്ചട്ടം, അതായത് ഫെഫ്കയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ വിജ്ഞാപനം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഓഡിയോ ക്ലിപ്പ് റെനി ജോസഫ് ഗ്രൂപ്പിലിടുന്നത്. മദ്യലഹരിയിൽ ഇത്തരം പരാമർശങ്ങൾ പലരെയും കുറിച്ച് നടത്തുന്ന ആളാണ് റെനി ജോസഫ് എന്നാണ് ഫെഫ്ക ഇപ്പോൾ ആരോപിക്കുന്നത്. ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ള പലരെയും അസമയത്ത് ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയെന്ന് നേരത്തെയും പരാതി വന്നിട്ടുള്ളതാണ്. അന്വേഷണത്തിൽ ഇയാൾക്ക് സ്വഭാവ വൈകല്യത്തിന് ചികിത്സയിലുള്ള ആളാണ് എന്നും അറിയാൻ സാധിച്ചു. ഈ സാന്ദ്ര തോമസിനെതിരെ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഗ്രൂപ്പിൽ നിന്ന് ഈ പോസ്റ്റ് റിമൂവ് ചെയ്യുകയും റെനി ജോസഫിനെ അന്തിമമായി താക്കീത് ചെയ്യുകയും ചെയ്തതാണ്. മെയ് 1-ന് ചേർന്ന പൊതുയോഗവും വിഷയം ചർച്ച ചെയ്തു. ഇനിയും ഇത്തരം നിലപാടുകൾ ആവർത്തിച്ചാൽ യൂണിയനിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന കൃത്യമായ താക്കീത് ഒന്ന് അംഗത്തിന് നൽകി. ഇപ്പോൾ സാന്ദ്ര തോമസ് ഈ വിഷയത്തിൽ പരസ്യമായ നിലപാടെടുത്തോടുകൂടിയാണ് അന്വേഷണ വിധേയമായി റെനി ജോസഫിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സൈഫുനീസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്. സാൻഡ്ര തോമസിനെതിരായ വധഭീഷണിയിൽ റെനി ജോസഫിനെ സസ്പെൻഡ് ചെയ്ത് ഫെഫ്കയുടെ നടപടി ഉണ്ടായിരിക്കും.